എല്ലാവർക്കും സ്വാഗതം. എഡു സ്കിൽസ് OET മേഡ് ഈസി. OET ആസ്വദിച്ച് പഠിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ ആയിരിക്കുക. നിങ്ങൾ ഇത് യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുകയും ഏറ്റവും അധികം ആൾക്കാരിലേക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ. പ്രത്യേകിച്ച് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന OET ആസ്പിരൻസിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം അതാണ്. ഒരാൾ പോലും സാമ്പത്തികമായ ബുദ്ധിമുട്ട് കാരണം OET എഴുതാൻ സാധിക്കാതെ പോകരുത്. എഡു സ്കില്ലിന്റെ എല്ലാ ട്രെയിനിങ് പ്രോഗ്രാംസും ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. OET Reading Skills, Occupational English Test 2.0, Reading Part B. When seeking consent for a post-mortem examination, it is necessary to give a valid reason for conducting it. B. Allow all relatives the opportunity to decline it. C. Only raise the subject after death has occurred. Post-mortem consent. A senior member of the clinical team, preferably the consultant in charge of the care, should raise the possibility of a post-mortem examination with the most appropriate person to give consent. The person consenting will need an explanation of the reasons for the post-mortem examination and what it hopes to achieve. The first approach should be made as soon as it is apparent that a post-mortem examination may be desirable, as there is no need to wait until the patient has died. Many relatives are more prepared for the consenting procedure if they have had time to think about it beforehand. ഇവിടെ ഹെഡ്ജിങ് വേർഡ് എന്താന്ന് പറയാം? വെൻ സീക്കിംഗ് കൺസെന്റ് ഫോർ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ ഇറ്റ് ഈസ് നെസസറി ടു. ഹെഡ്ജിങ് വേർഡ്സ് എന്താണ്? മെയിൻ വേർഡ്സ് കൺസെന്റ് ആണ് അല്ലെങ്കിൽ സീക്കിംഗ് കൺസെന്റ്. ഓക്കെ, അതാണ് മെയിൻ ഹെഡ്ജിങ് വേർഡ് എന്ന് പറയുന്നത്. ഗിവ് വാലിഡ് റീസൺ ഫോർ കണ്ടക്ടിങ് ഇറ്റ്. അലോ ഓൾ റിലേറ്റീവ്സ്. വല്ല പ്രശ്നമുണ്ടോ ഇവിടെ? അബ്സല്യൂട്ട് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അന്നേരം എലിമിനേറ്റ് ചെയ്യുക. നമ്മൾ ഉറപ്പിക്കുന്നില്ല, പിന്നീട് ആൻസർ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ശരിയാണോ തെറ്റാണോ നമുക്ക് നോക്കാം. നമ്മളിപ്പോ എലിമിനേറ്റ് ചെയ്ത് അബ്സല്യൂട്ട് കണ്ടുകൊണ്ട്. ഓക്കെ, ഓൺലി റേസ് ദ സബ്ജക്ട് ആഫ്റ്റർ ഡെത്ത്. ഓൺലി, അതെന്താണ്? അബ്സല്യൂട്ട്. അപ്പൊ എന്ത് ചെയ്യണം? പിന്നിപ്പം പാരാഗ്രാഫ് വായിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? നമ്മുടെ മെത്തഡ് QAT ആണ്, നമുക്കറിയാം. ക്വസ്റ്റ്യൻ, ആൻസർ, അത് കഴിഞ്ഞ് ടെക്സ്റ്റ്. അപ്പം ക്വസ്റ്റ്യൻ വായിച്ചു, ആൻസർ വായിച്ചു, ആൻസർ ഉറപ്പായ പിന്നെ നമുക്ക് പോകേണ്ട ആവശ്യമില്ല. എന്നാലും ഒന്ന് കൺഫേം ചെയ്തു. ഓക്കെ, അതായത് ഇവിടെ ടോപ്പിക് സെന്റൻസ് എന്ന് പറയുന്നത് ഇവിടെ സീനിയർ മെമ്പർ ഓഫ് ദ ക്ലിനിക്കൽ ടീം, ഈ കോമ കഴിഞ്ഞുള്ളത് സബ്ജക്ട് കോംപ്ലിമെന്റ് ആണ് അല്ലേ? അപ്പൊ അതിനെ എളുപ്പത്തിന് വേണ്ടി അതിനെ ഇഗ്നോർ ചെയ്യുക, അതിനെ അങ്ങ് വിട്ടേക്കുക, അത് വായിക്കണ്ട. അത് വായിക്കാതെ വായിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായ ആശയം കിട്ടും. സീനിയർ മെമ്പർ ഓഫ് ദി ക്ലിനിക്കൽ team should raise the possibility of a postmortem examination with the most appropriate person to give consent. ഇതാണ് ടോപ്പിക് സെന്റൻസ് എന്ന് പറയുന്നത് അല്ലെ? ടോപ്പിക് സെന്റൻസ്. അപ്പൊ അതിനകത്ത് ഇഗ്നോർ ചെയ്യാനുള്ള ഇഗ്നോർ ചെയ്തിട്ട്, അപ്പൊ the person consenting will need an explanation of the reasons for the postmortem examination and what it hopes to achieve. ആൻസർ എവിടെയാണുള്ളത്? Will need an explanation of the person consenting will need an explanation of reasons. ഇതാണ് ആൻസർ അല്ലെ? നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, കാരണം എലിമിനേഷനിൽ നമ്മൾ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പൊ ക്ലിയർ അല്ലേ? ഇതാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്തതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് ക്ലിയർ അല്ലേ? ആണോ? ഓക്കെ, അപ്പൊ അത് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചത്. എലിമിനേഷൻ മെത്തഡ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. ആരെങ്കിലും ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ എലിമിനേഷൻ മെത്തഡിനെ കുറിച്ച് എഡു സ്കില്ലിൽ നമ്മൾ ഒരു സെഷൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 7 പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. അതിനകത്ത് ആദ്യത്തേതാണ് അബ്സല്യൂട്ട്സ് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളത്. എപ്പോഴും നമ്മൾ 99% പറയുന്നുള്ളൂ. എക്സെപ്ഷൻസ് പാടില്ലായില്ല, എല്ലാത്തിനും എക്സെപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും, ഒരുപക്ഷെ നിങ്ങൾ ഇതുപോലെ ഒരു 10-20 മെറ്റീരിയൽ ചെയ്യുമ്പോൾ എല്ലാ എലിമിനേഷനും ഇതുപോലെ കറക്റ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുകയല്ലേ? പിന്നെ നിങ്ങൾ വായിക്കാൻ പോകേണ്ട ആവശ്യം വരികയല്ല, ടെക്സ്റ്റ് വായിക്കേണ്ട ആവശ്യം വരികയല്ല. അങ്ങനെയാണ് നിങ്ങൾ ടൈമിനെ ഡിഫീറ്റ് ചെയ്യുന്നത്. ഇവിടെ വേറൊന്ന് കൊടുത്തിരിക്കുന്നത്, നോ നീഡ് ടു വെയിറ്റ് അൺടിൽ ദ പേഷ്യന്റ് ഹാസ് ഡൈഡ്. അതേതാണ്? ഇവിടെ മൂന്നാമത്തെ, ഓൺലി റേസ് ദ സബ്ജക്ട് ആഫ്റ്റർ ഡെത്ത് ഹാസ് ഒക്കേർഡ്. ഓക്കെ, അപ്പൊ അത് നോ നീഡ് ടു വെയിറ്റ് അൺടിൽ ദ പേഷ്യന്റ് ഹാസ് ഡൈഡ്. അതൊക്കെ ബാക്കി നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമുള്ള, സംശയമുള്ളപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ഡീറ്റെയിൽസിലേക്ക് പോകേണ്ടത് അല്ലേ? അല്ലാത്തപ്പോൾ പോകേണ്ട ആവശ്യമില്ല.